സുനിൽ, വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സമവാക്യമാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത്. സാബു എം ജേക്കബ് എന്ന് പറഞ്ഞ 2020 ചീഫ് കോർഡിനേറ്ററെ ഇറക്കിയുള്ള പിണറായി വിജയൻ്റെയും BJP-യുടെയും കളി ലക്ഷ്യം കാണുമോ? യഥാർത്ഥത്തിൽ സാബു ജേക്കബ് ഒരു ട്രോജൻ കുതിരയാണോ? നമുക്ക് നിസ്സംശയം പറയാം. i2 ന്യൂസ് ഇതിനു മുമ്പ് പല എപ്പിസോഡുകളായി നമ്മൾ ആ സത്യം പറഞ്ഞിട്ടുണ്ട്. സാബു എം ജേക്കബ് ഒരു ട്രോജൻ കുതിരയാണ്. കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി ഇദ്ദേഹത്തെ ഇറക്കിയിരിക്കുന്നതാണ് എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞപ്പോഴും പലരും വിശ്വസിച്ചില്ല. തുടക്ക കാലഘട്ടത്തിൽ ഈ സാബു ജേക്കബിനെയും 2020-ക്കെയും i2 ന്യൂസ് കാര്യമായി സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു ഈ പാർട്ടിസാൻ പൊളിറ്റിക്സ് തകരണം, മിടുമിടുക്കരായ ഓരോ മേഖലയിലും കഴിവുറ്റ നേതൃത്വം വരണം, അവർ ഭരണം കൈയാളുന്ന ഒരവസ്ഥ വിഭാവനം ചെയ്ത് നമുക്ക് സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമായിരുന്നു. കാരണം ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹം ഒരു സംരംഭം നടത്തി വിജയിപ്പിച്ച ലോകോത്തര നിലവാരമുള്ള ഒരു ബ്രാൻഡ് ലോകത്തിന് മുമ്പിൽ വെച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് മോട്ടിക്കേണ്ട ആവശ്യമില്ല, കക്കേണ്ട ആവശ്യമില്ല. വിഷനുണ്ട്, ലോക വിവരമുണ്ട്, വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള വളരെ വൈഡ് ആയിട്ടുള്ള വിഷനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞ് നമ്മൾ ഓൺലൈൻ ക്യാമ്പയിൻ ചെയ്ത് ലക്ഷങ്ങൾ 2020-ലേക്ക് ഓൺലൈൻ മെമ്പർഷിപ്പ് കയറ്റിയ ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം ഒരു ട്രോജൻ കുതിരയാണ്, ഇദ്ദേഹം പിണറായി വിജയന്റെ കൃത്യമായ ഒരു ഏജന്റാണ്, ഇവർ തമ്മിൽ വലിയൊരു അന്തർധാരയുണ്ട്, ഈ കാണിക്കുന്നതെല്ലാം നാടകമാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം എനിക്ക് വലിയൊരു ഷോക്ക് ഉണ്ടായി. ആ ഞെട്ടലിൽ ഞാൻ ഇദ്ദേഹത്തോട് വിളിച്ച് ഞാൻ പറഞ്ഞു, മിസ്റ്റർ സാബു ജേക്കബ്, ആ സംഭാഷണം അടക്കം എൻ്റെ കയ്യിലുണ്ട്. മിസ്റ്റർ സാബു ജേക്കബ്, താങ്കൾ ഇപ്രകാരം, അന്ന് ഇദ്ദേഹം ഒരു പൊതുസമ്മേളനം നടത്തി ലോകത്തോട് വിളിച്ച് പറഞ്ഞത്, ഞാൻ വിചാരിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂട്ടാനുള്ള ബോംബ് എൻ്റെ കയ്യിലുണ്ട്, അണുബോംബ് എൻ്റെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ അന്നേരം ഞാൻ ഇദ്ദേഹത്തോട് വിളിച്ച് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇത് രാഷ്ട്രീയമല്ലേ? അപ്രകാരം താങ്കളുടെ കയ്യിൽ ഒരു ബോംബ് ഉണ്ടെങ്കിൽ താങ്കളെ ഇത്രയും ചേസ് ചെയ്യുന്നു, കോർണർ ചെയ്യുന്നു, വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? അന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുല്ലേ, അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അന്നേരം അത് വിട്ടാൽ അത് ശരിയാകത്തില്ല. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ താങ്കളും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ ഇതാക്കുമെന്ന് പറയുമ്പോൾ താങ്കളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ യാതൊരു വ്യത്യാസവും എനിക്ക് പറയുകയല്ലാതെ തെളിയിക്കുന്നില്ല. അതെ, ഞാനിത് പറഞ്ഞിട്ട് പൊട്ടിക്ക് സ്വാമി ആ ബോംബ് എന്നും പറഞ്ഞ് ഞാനൊരു വാർത്ത, അതുവരെ ഇദ്ദേഹത്തിനെതിരെ സപ്പോർട്ടീവായിട്ട് കൊടുത്ത് ഞാൻ ഇപ്രകാരം ഒരു വാർത്ത ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം സോയിമോൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറോടും ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരാളോടും വിളിച്ചു പറഞ്ഞു, സുനിൽ മാത്യു എന്ന് പറയുന്ന ആൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു, ഇദ്ദേഹം എനിക്കെതിരെ ഇപ്പോൾ വാർത്ത കൊടുത്തു, ഇദ്ദേഹം പൈസ വല്ലതും എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്തത് എന്നൊക്കെ ഇവരോട് പറഞ്ഞിട്ട് എന്നോട് ഇവരെന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ അന്നേരം ഇദ്ദേഹത്തോട് ഞാൻ വിളിച്ച് ചോദിച്ചു, താങ്കൾ ഞാൻ താങ്കളുടെ ഒരു സെർവൻറ്റോ അടിമയോ അല്ല, കൃത്യമായിട്ടും താങ്കളുടെ ആശയത്തോട് ഞങ്ങൾക്കൊരു താല്പര്യമുള്ളതുകൊണ്ടാണ് താങ്കളെ സപ്പോർട്ട് ചെയ്തത്, അതല്ലാതെ താങ്കളുടെ ഒരു PR ഏജൻറ്റോ താങ്കളുടെ ശമ്പളം പറ്റി നിൽക്കുന്ന ഒരു ഏജൻറ്റോ അല്ല. ഞാൻ ഇതുവരെ, അതായത് അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്വാണ്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഏജൻസി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 10-25 ലക്ഷം രൂപ ചാർജ് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ഇദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ടെങ്കിലും ₹1 പോലും ഇദ്ദേഹത്തിൻ്റെ ഞാൻ പോയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ കിഴക്കമ്പലം, ഇദ്ദേഹത്തിൻ്റെ ഹെഡ് ആസ്ഥാനത്ത് പോയി ഞാൻ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി അടക്കം പ്രസൻറ്റ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ഈ മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് മേടിച്ച പ്രതിഫലം, അന്ന് ഞാൻ ചെന്നപ്പോൾ കഴിച്ച ഒരു കോഫി, എൻ്റെ ജീവനക്കാർക്ക് ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന് കാണിക്കണമെങ്കിൽ താങ്കൾ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ അവരോടൊപ്പം ഇരുന്നൊരു കഴിച്ച ബിരിയാണി, ഈ 2 സാധനത്തിൻ്റെയും ഞാൻ ഇദ്ദേഹത്തിന് വാർത്ത ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹത്തിൻ്റെ GPayയിൽ ഞാൻ ആ പണം ഇട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെൻറ്റ് കാർഡ് അയച്ച് ചെക്ക് അയച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനെതിരെ വാർത്ത ചെയ്തത്. എന്നിട്ട് ഈ മനുഷ്യൻ എനിക്കെതിരെ പറഞ്ഞു, ഞാൻ പണം ചോദിച്ചിട്ട് കിട്ടാത്തതാണെന്ന് പറഞ്ഞ് എനിക്കെതിരെ വ്യക്തിബന്ധം ഉണ്ടായിട്ട് പോലും ഇദ്ദേഹം എന്നെ പലപ്പോഴും നിരവധി തവണ ദിവസങ്ങൾ വിളിക്കും. അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഇൻപുട്സിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഇടുന്നുണ്ട് കണ്ടന്റിന് പലതവണ. ഞാൻ അതുപോലെ നല്ലൊരു ആത്മബന്ധത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇത്തരത്തിലാകുന്നത്? അതായത് പിണറായി വിജയന്റെയും BJP-യുടെയും അജണ്ട സാബു എം ജേക്കബിലൂടെ എങ്ങനെയാണ് നടപ്പിലാക്കുക? സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം വളരെ തന്ത്രശാലിയായ ഒരു ബിസിനസ്മാനാണ്. അന്നേരം പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷത്തിലെ എല്ലാ നേതാക്കന്മാരെയും വിദേശത്ത് ആദ്യമായി കൊണ്ടുപോയത് ഞാനാണെന്ന്
സാബു ജേക്കബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതിന് തെളിവുണ്ട്. സാബു ജേക്കബിന് അത് ഇല്ല എന്ന് സാബു ജേക്കബ് പറയത്തില്ല. ഞാൻ ഇദ്ദേഹത്തെ പെടുപ്പിക്കാൻ വരെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം എന്നോട് മാത്രമല്ല പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാൻ ചോദിച്ചു, അങ്ങനെയാണ്? അതുപോലെ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഞാൻ വിചാരിച്ചാൽ അകത്താക്കാം, അതിനുള്ള ആ കാരണവും ഇദ്ദേഹം എന്നോട് വ്യക്തമായി പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ചെയ്തുകൂടാ. എന്നിട്ട് ഇദ്ദേഹം വന്നിട്ട് അല്ല ഇത് പറയുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സുല്ലേ നമ്മളൊക്കെ തന്തയ്ക്ക് പിറന്ന ആളുകളാണ്. കാരണം വെച്ചൊരു ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇവർ പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ഫേവർ ചെയ്തു. ഇത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു പിണക്കം വരുമ്പോൾ വിളിച്ചു പറയുക എന്ന് പറയുന്നത് ഒരു അൺഎത്തിക്കലാന്ന് പറഞ്ഞിട്ട് ഇയാൾ അതിൻ്റെ 3-ാം പൊക്കം മഹാസമ്മേളനം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ആ സമ്മേളനത്തിൽ വെച്ച് ഞെട്ടിപ്പോയി. ഈ തന്തയ്ക്കപ്പുറക്കാഴിക ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ ഇയാൾ കൃത്യമായും ആ തന്തയ്ക്കപ്പുറക്കാഴികൾ അവിടെ വിളിച്ചു പറഞ്ഞു. അന്നാണ് ഇയാൾ പബ്ലിക്കിനെ എന്നോട് വിളിച്ചു പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ മോളെ അകത്താക്കാനുള്ള ബോംബ് എൻ്റെ കയ്യിലുണ്ട്. അന്നും ഇദ്ദേഹം ഒരു ചർച്ചയിൽ എന്നോട് ചോദിച്ചിരുന്നു, എന്നോട് പുറത്തു വിടുന്നില്ല, അത് പുറത്തു വിടുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം എന്നോട് ചോദിച്ചു, നമ്മൾ BJP-യുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? കാരണം ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലങ്ങളിൽ തന്നെ നമുക്കൊരു 5-6 കോടി രൂപ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ചിലവാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരു BJP-യുമായി ഒരു അസോസിയേഷൻ ഉണ്ടാകും നല്ലതല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ഇതോട് ചോദിച്ച ഒരൊറ്റ ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ 2020 പ്രസക്തി എന്താണ്? ആളുകൾക്ക് BJP-യോട് ചെയ്താൽ പോരെ? നിങ്ങൾ ഭയങ്കര ആദർശവും പറയുന്നു, തേനും പാനും ഒഴുക്കുന്ന കനാൻ ദേശം പോലെ സിംഗപ്പൂര് പോലെ ആകുന്ന പദ്ധതികളും ഒക്കെ പറഞ്ഞിട്ട് അവസാനം ഏതെങ്കിലും ഇതുപോലൊരു ഒരു പാർട്ടിസാൻ പൊളിറ്റിക്സിൽ ഒരു വർഗീയ പാർട്ടിയുടെ അടിയിൽ കയറി നിൽക്കുവാൻ വേണ്ടി സാബു ജേക്കബിൻ്റെയോ 2020 ആവശ്യം സാധാരണക്കാരൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ആ ടോപ്പിക്ക് അവിടെ വെച്ച് വിട്ടു. അതിനുശേഷം എനിക്ക് എന്നാണോ ഇദ്ദേഹം പിണറായിയുടെ ഒരു കൃത്യമായ ഏജന്റാണ്, അത് ആ ബന്ധത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ഇങ്ങനെയുള്ള ചില ഫേക്ക് ചിഹ്നവിളികളും ഇദ്ദേഹം ആരോപണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ശക്തമായ അന്തർധാര. പക്ഷേ പൊതുജനങ്ങളുടെ മുന്നിൽ രണ്ടുപേരും ശത്രുക്കൾ. ഇവിടെ റെയ്ഡ് നടത്തിക്കുന്നു, മറ്റു വരുത്തുന്നു, അതുപോലെ ശ്രീനിജൻ ശത്രുവായ. എന്നാൽ ഇവർ തമ്മിൽ കൃത്യമായ ബന്ധമുണ്ട്, അന്തർധാരയുണ്ട്, കൃത്യമായ. അത് ഏത് തരം ബിസിനസ് ആണെന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് മറ്റ് ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഒരു ആത്മബന്ധമല്ല, അതിലും അപ്പുറത്തേക്ക് രാഷ്ട്രീയ ബന്ധവുമല്ല, അതിനപ്പുറത്തേക്ക് അഷ്ടബന്ധം വിട്ട് ഉറപ്പിക്കുന്ന ആ ബന്ധത്തിന്റെ യഥാർത്ഥ റീസൺ എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ സുനിൽ, 2020 സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ 19 സീറ്റാണ് BJP ഇത്തവണ 2020 കൊടുത്തത്. ഈ ലിസ്റ്റിലെ സ്ഥാനാർത്ഥികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം പേരും കോൺഗ്രസ്സുകാരാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എന്താണ് സാബു ജേക്കബ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? സാബു ജേക്കബ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടും വളരെ വെൽ ആർട്ടിക്കുലേറ്റഡ്, വെൽ ഡ്രാഫ്റ്റഡ്, വെൽ നറേറ്റഡ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അത് ഇന്നും ഇന്നലെയാണ്. അതെ, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, കേന്ദ്രത്തിൽ BJP ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസിന്റെ ഏക പിടിവള്ളിയും ഏറ്റവും സ്ട്രോങ് ഹോൾഡ്, ഓർക്കുക, ലോക്സഭയിലേക്ക് എത്ര പേരെയാണ് വെക്കുന്നത്? 18 പേരെ ഇവിടെ നിന്ന് വിട്ടിരിക്കുന്നു. അന്നേരം അതുപോലൊരു സ്ട്രോങ് ഹോൾഡോടായിട്ടുള്ള ഇവരുടെ ഏറ്റവും ശക്തമായ ഒരു പ്ലേസിൽ ഇവർക്കൊരു നല്ല സെറ്റ് ബാക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ആവശ്യമാണ്. അന്നേരം അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ തോഴൻ എന്ന് പറയുന്നത് LDF ആണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് BJPയുടെ ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖരൻ ഒരു തട്ടിലിരിക്കുകയും മറ്റു തട്ടിൽ പിണറായി വിജയൻ ഇരിക്കാൻ പിണറായി വിജയന്റെ തട്ടിനായിരിക്കും അവർ കൂടുതൽ കൊടുക്കുന്നത്. കാരണം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളെന്ന് പറയുന്നത് പിണറായി വിജയനാണ്, അവരുടെ ലക്ഷ്യം നിറവേറ്റുവാൻ. അങ്ങനെ ഒരു തവണ കൂടി പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് CPM ഇല്ലാതാകും, 2 കോൺഗ്രസും ഇല്ലാതാകും. അന്നേരം ഈ 2 ലക്ഷ്യം വെക്കണമെന്നുണ്ട്. അതുപോലെ അഴിച്ചു വിടുക നമ്മൾ പറയത്തില്ലേ, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും കേന്ദ്ര ഏജൻസികൾക്കെടുത്ത് അകത്തിടാൻ പറ്റാവുന്ന അത്രയും ഉണ്ടെങ്കിൽ പോലും അവരെ അഴിച്ചു വിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കന്നിനെ നമ്മൾ പൂട്ടിയിട്ടേക്കുന്നതിനെ അങ്ങനെ അഴിച്ച് വിട്ട് കഴിയുമ്പോൾ ഇത് ഓടി കുതിച്ച് മറിഞ്ഞ് എന്ന് പറഞ്ഞ പോലെ കുതിച്ച് പായുകയാണ്. ഏത് നിമിഷവും അവർക്കിട്ട് പൂട്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ അഴിച്ചങ്ങ് വിടുക. അവർക്കറിയാം ഓടിയാലും എവിടെ വരെ ഈ സാധനം ഓടിയാൽ ഈ പറയുന്ന കേരളത്തിൻ്റെ ഈ പറയുന്ന കാസർഗോഡ് നിന്ന് നമ്മുടെ പാറശാല വരെ ഉള്ള ഓട്ടം ഇതുള്ളൂന്ന് ഇവർക്കറിയാം. അന്നേരം അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം LDF ഇവരുടെ ഇടതുപക്ഷം ഇവരുടെ ഒരു. അപ്പോൾ സുനിൽ പറയുന്നത് അർത്ഥമാക്കേണ്ടത് സംസ്ഥാനത്ത് ഈ 2026 തെരഞ്ഞെടുപ്പിൽ CPIM-ഉം
BJPയും തമ്മിൽ ഡീലുണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത്? വളരെ ശക്തമായ അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായി ഉണ്ടാക്കിയതല്ല. ഇത് കൃത്യമായി കഴിഞ്ഞ 3 വർഷമായി പ്രീ പ്ലാൻഡ് കഴിഞ്ഞ 3 വർഷമായി എത്ര ഒന്ന് നോക്കുക. ഇടതുപക്ഷത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ സഖാക്കന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്ര എണ്ണയിട്ട മെഷീനറി പോലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ പ്രതീക്ഷിച്ച് ആ ക്യാമ്പയിൻ തുടങ്ങിയതും. അവർ അത്രയും നല്ല രീതിയിൽ വെൽ പ്ലാൻഡായിട്ട് അവർ പോവുകയാണ്. അതിനു മുമ്പ് ഓരോ സമയത്തും ഉണ്ടാക്കേണ്ടുന്ന ആ നറേറ്റീവ് കൃത്യമായും ആ ഒരു നറേറ്റീവ് ഒക്കെ കൃത്യമായിട്ട് അവർ സെറ്റ് ചെയ്യുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തന്നെ ഇവന്മാർ വിലക്കെടുത്ത് ഇതിനെ ഡിസ്ട്രക്ഷന്, ഇവന്മാരുടെ നാശത്തിന് അധ്യക്ഷത വഹിക്കുവാൻ കോൺഗ്രസിൽ തന്നെയുള്ള പ്രധാനികളെ ഇവന്മാർ വിലക്കെടുത്ത് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുക. ഈ 19 പേരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഇതിലെ ഒരു 90% പേരും സ്ഥാനാർത്ഥികളും കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം 2015 ഇദ്ദേഹം ഈ 2020 പാർട്ടി രൂപീകരിക്കുന്നത്. അന്നേരം ആ ഒരു വില്ലേജ് പ്ലെയർ എന്ന തലത്തിൽ നിന്നും മാറി ഇപ്പോഴത്തേക്ക് ഒരു സ്റ്റേറ്റ് പ്ലെയർ എന്ന തലത്തിലേക്ക് ഇവർ വരുമ്പോഴത്തേക്കും 2015 ഈ കഴിഞ്ഞ 11 വർഷം കൊണ്ട് സാബു എം ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകാധിപതിയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഇദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ആലിന്റെ കീഴിൽ ഒരു ചെറിയ വൃക്ഷം വളരത്തില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരാൻ സമ്മതിക്കത്തില്ല. ഇദ്ദേഹത്തിന് ഒരു ചെറിയ അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പാണ് പുള്ളിയുടെ. അന്നേരം ഈ 11 വർഷങ്ങൾ കൊണ്ട് നമ്മൾ അസസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ പാർട്ടിയിൽ ഒരു കോർഡിനേറ്റർ സ്ഥാനം പോലും പറയാൻ പറ്റുന്ന സാബു ജേക്കബ് അല്ലാതെ ആരെയെങ്കിലും ഒരു പേര് ആയിരിക്കും ഒരു രണ്ടാം നിര ഒരാളുടെ പേര് പറയാം, ഒരാളുടെ പേര് പറയുമ്പോൾ എനിക്കറിയത്തില്ല ഇത്ര. അതെ, അന്നേരം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് അങ്ങനെ ഒരാളില്ലെന്നിരിക്കെ 19 സീറ്റുകൾ BJP നേതൃത്വം ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഇട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ പൊട്ടന്മാരല്ല. അവർക്ക് അത്രയും സംവിധാനമുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ചെറിയ നേതാക്കന്മാര് BJP നേതൃത്വം ചീത്ത വിളിച്ചു, ഇയാളുടെ കൂടെ ആരുമില്ലെങ്കിൽ പോലും എന്തുകൊണ്ട് സാബു ജേക്കബിന് 19 സീറ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കുറെ ടിക്ടോക്ക് താരങ്ങളെയും കുറെ കോൺഗ്രസിന്റെ 90% കോൺഗ്രസിലെ നല്ല വേരുറപ്പുള്ള ആ മേഖലയിൽ, അതെ, അടിയുറച്ച കോൺഗ്രസ് ആ മേഖലയിൽ വിള്ളലുണ്ടാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള കോൺഗ്രസ്സുകാരെ എടുത്തുകൊണ്ട് 19 സ്ഥലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ഏരിയകളിലാണ് ഇവരെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതെ, പക്ഷെ ഇവരൊരു ക്രൈറ്റീരിയ ഉണ്ട്, ആ സ്ഥാനാർത്ഥി യാതൊരു കാരണവശാലും ജയിക്കാൻ സാധ്യത ഉള്ളവനായിരിക്കരുത്. പരമാവധി വോട്ടിനകത്ത്, അതായത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇവരുടെ ഈ സ്ഥാനാർത്ഥികളെ നിലനിർത്തുന്ന മേഖല നോക്കി കഴിഞ്ഞാൽ 9 മുതൽ 12% വരെ പരമാവധി വോട്ടുകൾ BJPക്ക് പിടിക്കാം, കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം 2020 ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഈ മേഖലകളിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 18 മുതൽ 20-22% വരെ വോട്ട് പിടിക്കുവാൻ വരെ സാധ്യത ഉള്ള ആളുകളും വരെയുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊരു 30% വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 30-35% അവരുടെ കേഡർ വോട്ടുകളുണ്ട്. ഇവരൊരു 30-32% കൂടെ വോട്ട് തല്ലിക്കളഞ്ഞാലത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ 20 മണ്ഡലങ്ങളിലെ കാൽക്കുലേറ്റ് ചെയ്യുക. അതെ, അത് കോൺഗ്രസിന്റെ അടിയുറച്ച മണ്ഡലങ്ങളിലെ ട്രഡീഷണൽ വോട്ടുകളും ആയിട്ടുള്ള സാധനങ്ങളാണ്. അവർക്ക് സ്വരൂപിക്കാനുള്ള ശേഷിയുണ്ട്, അതിന് അവർക്ക് ശേഷിയുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം മലബാർ മേഖലയിൽ നമുക്കറിയാം, അവർ കൃത്യമായിട്ടും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ കൊണ്ടുവരും. അവർക്ക് അവരുടെ കൈ പൊള്ളിയേക്കുന്ന, അവർക്ക് പിടിയില്ലാത്ത നിലയില്ലാ കൈ എന്ന് പറയുന്നത് ഈ മധ്യ തിരുവിതാംകൂർ മേഖലയാണ്. ആ സ്ഥലത്ത് കൃത്യമായിട്ടും അവർക്ക് വേണ്ടുന്നത് അവരുടെ തോക്ക് വെക്കുവാൻ പറ്റാവുന്ന ഒരു ഷോൾഡർ ആയിരുന്നു. അന്നേരം അതിനൊരു ബ്രോഡ് ഒരു വിഡ്ത്തുള്ള ഒരു ഷോൾഡർ ഈ സാബു എം ജേക്കബിൻ്റെതാണെന്ന് ഇവർ മനസ്സിലാക്കി സാബുവിൻ്റെ തോളിൽ ഇവർ കൃത്യമായി ഗണ്ണ് വെച്ചു. ബാക്ക് ചെയ്യുന്ന അവർ ഫയർ ചെയ്യാൻ അവർ റെഡി ആയിരിക്കുകയാണ്. ഈ എക്സിറ്റ് പോളുകൾ വന്നു കഴിഞ്ഞപ്പോൾ പലരും പറയുന്നത് അവിശ്വസനീയമാണ്, കട്ടക്കട്ടെ ഒരു കാരണവശാലും എങ്ങനെ നിൽക്കും എന്നുള്ള തരത്തിൽ അവരുടെ ഈ നടത്തിയ പോളുകളുടെ ജെനുവിനിറ്റിയെ ഇവർ പലരും ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 19 സീറ്റുകളിൽ ഇതുപോലെ 90% കോൺഗ്രസ്സുകാരും ഒരു 10% ടിക്ടോക്കുകളും വെച്ച് നടത്തുന്ന ഈ പ്ലേസുകളിൽ ഇത്രയും വോട്ട് ഇതിനകത്ത് ബ്ലീഡ് ചെയ്യുന്നത് സാബു എം ജേക്കബിന്റെ സ്ഥാനാർത്ഥികളെ കൊണ്ട് ബ്ലീഡ് ചെയ്യുന്ന ഏക പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമായിരിക്കും. ഈ LDFന്റെ ഒരു കേഡർ വോട്ട് പോലും ഇതിനകത്ത് പോകത്തില്ല. ഇപ്പോൾ ഇവർക്ക് മറ്റുള്ളവർക്ക് സത്യം പറഞ്ഞാൽ ചിലർക്ക് ഈ BJP എന്നുള്ള ഒരു രീതിയിൽ വോട്ട് ഇതാക്കാൻ മടിയുള്ളവർക്ക് പോലും കൊടുക്കാൻ മടി ഉണ്ടാവത്തില്ല. അന്നേരം ഏത് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് ബ്ലീഡ് ചെയ്യുന്നത് കോൺഗ്രസിന് മാത്രമേ വരത്തുള്ളൂ. ഈ 19 സീറ്റുകളിൽ ഇതുപോലൊരു സെറ്റ് ബാക്ക് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് UDFന്റെ അടിത്തറ അല്ലെങ്കിൽ അവരുടെ കാൽക്കുലേഷൻസ് പൊളിയാൻ പോകുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പറഞ്ഞ പ്രീ പോൾ സർവേകളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ചുരുക്കം നമ്മൾ തുടങ്ങിയ പോയിന്റിൽ തന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്നു.
ട്രോജൻ കൂടി തന്നെയാണ് സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്നും നമ്മൾ ഉറക്കെ വിളിച്ചു പറയും, എവിടെയും വിളിച്ചു പറയും, സാബു ജേക്കബ് എന്ന് പറയുന്നത് കൃത്യമായ ട്രോജൻ കുതിരയാണ്. ഇദ്ദേഹത്തിനുള്ളത് കൃത്യമായ ബിസിനസ് ഇൻട്രസ്റ്റുകൾ മാത്രമാണ്. ഒന്ന് ഓർത്ത് നോക്കുക, കിഴക്കമ്പലം പോയൊരു സ്ഥലത്ത് ഇദ്ദേഹം കനാൻ ദേശമാക്കുമെന്ന് പറഞ്ഞ് ന്യായവില മാർക്കറ്റ് തുടങ്ങി. ഇദ്ദേഹത്തിന്റെ കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ ഒരു പ്രോബ്ലം ഉണ്ടാക്കി. ഇത് അയാൾ പൂട്ടി, അയാളുടെ അവിടെ സേഫാക്കി. ന്യായവില മെഡിക്കൽ സ്റ്റോർ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, പണി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇയാളത് പൂട്ടിച്ചിട്ട് അത് മറ്റവൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. അവൻ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പൂട്ടി എന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാക്കി. അതെ, എന്നിട്ട് അവസാനം ഇദ്ദേഹത്തിന്റെ CSR ഫണ്ട് 2020 എന്ന് പറഞ്ഞ് ഓർക്കണം, ഇന്ത്യയിൽ ഒരാൾ പോലും ഇത് ശരിക്ക് കേന്ദ്ര ഏജൻസികൾ ഒരു അന്വേഷണം നടത്തിയാൽ ഇയാൾ അകത്ത് പോകുന്ന ആളാണ്. ഇപ്പൊ അംബാനി വിചാരിക്കുകയാണ് എൻ്റെ CSR ഫണ്ട് ഇത്രായിരം കോടി രൂപ ഒരു വർഷം CSR ഫണ്ടുണ്ട്. അല്ലെങ്കിൽ ലുലു മുതലാളി വിചാരിക്കുകയാണ് എൻ്റെ CSR ഫണ്ട് ഇത്രയുണ്ട്. അതുമില്ലെങ്കിൽ അദാനി വിചാരിക്കുകയാണ് എൻ്റെ CSR ഫണ്ട് ഞാൻ വല്ലവനും കൊടുക്കുന്നതിന് പകരം ഞാൻ ഇതിൻ്റെ ഡിസ്കൗണ്ടും സാധനങ്ങളും കൊടുത്തിട്ട് എൻ്റെ സറൗണ്ടിങ് മേഖലകളിൽ ഞാനിത് 50% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഈ ആളുകളെ എൻ്റെ കാർഡ് കൊടുത്തിട്ട് എൻ്റെ അടിമകളാക്കിയിട്ട് ഞാൻ പറഞ്ഞെടുത്ത് കുത്തറ എന്ന് പറഞ്ഞിട്ട് അടിമകളാക്കി വരിക എന്ന് പറയുന്നത് വളരെ കുറ്റകരമായ, നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ആ CSR ഫണ്ട് അതിന് വിജയിക്കാതെ CSR ഫണ്ടിനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആക്കി രൂപീകരിച്ചിട്ട് ആ ഫണ്ട് എടുത്തിട്ട് ഈ സൗജന്യം കൊടുത്തിട്ട് ഇവനെ അടിമകളാക്കി ചെയ്യുന്ന ഈ പണി എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവന് പണി കിട്ടും, പെട കിട്ടും എന്ന് മനസ്സിലാക്കി നേരെ പോയി BJP കുട്ടി കയറ്റി. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒന്ന് ഇതിൽ നിന്ന് EDയുടെ പ്രശ്നം ഉണ്ടാകത്തില്ല, ഇല്ലെങ്കിൽ കോൺഫറൻറ്റ് റോയി മറ്റൊരു കോൺഫറൻറ്റ് റോയി ആകുമായിരുന്നു. കാരണം നിലയില്ലാ കാര്യത്തിലാണ് അയാൾ നിൽക്കുന്നത്. അന്നേരം അങ്ങനെ മൊത്തത്തിൽ ഇയാൾ സെറ്റ് ബാക്കായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും ഇയാളുടെ ഷെയർ വാല്യൂ ഇടിഞ്ഞ് താഴേക്ക് വന്നു. ഷെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ എന്നോട് പറയും, സുല്ല ഇത് 650 750 ഇന്ന് അത് 100 താഴെ പോയേക്കുന്നു. അന്നേരം ഇയാളെ സംബന്ധിച്ചോളം ഇയാൾ കടുത്ത ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് വരുന്നു. അന്നേരം ഇയാളെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിൽ ഇനിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിൻ്റെയും മറ്റുള്ളവരുടെയും ആനുകൂല്യങ്ങളും അതും ഇതുമെല്ലാം കിട്ടുകയുമ്പോൾ ഇയാൾക്ക് ആ തരത്തിൽ BJPയോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിലെല്ലാം ഉപരി ഇയാൾ ചെയ്ത ശോഭകേട് നമ്മൾ മറ്റൊരു ശോഭകേട് മനസ്സിലാക്കണം. അതായത് നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ഒരു ചൂലുമായി വന്ന് ഇന്ദ്രപ്രസ്ഥം തൂത്തുവാരി തകർത്തുവാരിയ ഞെട്ടിച്ച ആ കേജ്രിവാളിനെ ഇല്ലാതാക്കിയത് ഈ ഒരൊറ്റ ഈ ട്രോജൻ സാബുവാണ്. ആ കേജ്രിവാളിൻ്റെ റൈറ്റ് ഹാൻഡായിരുന്ന ആളെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം എടുത്തു. സകല സത്യങ്ങളും രഹസ്യങ്ങളും ചോർത്തെടുത്തു. അങ്ങനെ ഇദ്ദേഹത്തെ കേരളത്തിൽ കൊണ്ടുവന്ന് സഖ്യം കൊണ്ടുവന്ന് കേരളത്തിൽ ചേർത്ത് നിർത്തി അവസാനം ഈ പറയുന്ന ഇവിടെ നല്ല വളർന്നുകൊണ്ടിരുന്ന ഇവരുടെ ആം ആദ്മി പ്രസ്ഥാനത്തെ ഇതിനോടൊപ്പം ചേർത്ത് നിർത്തി ഇയാൾ കഷത്തിൽ വെച്ച് ഇതിനെ ഇല്ലായ്മ ചെയ്ത് ഞെരുക്കി ഇവിടുത്തെ ആ ആം ആദ്മി പ്രസ്ഥാനത്തെ ഇയാൾ നശിപ്പിച്ച് കളഞ്ഞു. പാർട്ടി അത്യാവശ്യം വോട്ട് പിടിച്ച പാർട്ടിയാണ്. അതെ, അതായത് ഇദ്ദേഹത്തോടുള്ള സഖ്യം വന്ന് വലിയ മഹാസഖ്യം ഉണ്ടാക്കി രണ്ടുപേരുടെ കൈയും പൊക്കി നിന്ന് ഒരു മെസ്സേജ് ഇട്ട് ആ കൈയും പൊക്കി വിട്ട പോക്കാണ്. അതിനുശേഷം ഇയാളെ വിശ്വസിച്ച് അയാൾ അങ്ങ് പോയി. ചുരുക്കം പറഞ്ഞാൽ ആം ആദ്മി ഇയാളുടെ കഷത്തിലായി. ആം ആദ്മിയെ ഇയാൾ കഷത്തിൽ വെച്ച് ഞെരുക്കി ഇയാൾ നശിപ്പിച്ച് കളഞ്ഞു. അവസാനം എന്ത് ചെയ്തു? ഈ കൈ പൊക്കി കൈ കൊടുത്ത ഈ കേജ്രിവാളിനെ യാതൊരു എളുപ്പവും ഇല്ലാതെ അകത്താക്കാനായിട്ട് ഇയാൾ കൂട്ടുനിന്നു. കേജ്രിവാളിനെ ഒന്നുമല്ലാതാക്കി അവിടെ ഡൽഹിയിൽ ഒന്നുമല്ലാതാക്കി കളിക്കുവാൻ സാബുവിൻ്റെ കോൺട്രിബ്യൂഷൻ ചില്ലറയൊന്നുമല്ല. ഈ സാബു ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ സാബുവിനെതിരെ ഞാൻ പറഞ്ഞു കരുതി എനിക്കെതിരെ ഒരു മാസം 108 ലോക മാധ്യമ ചരിത്രത്തിൽ ഒരു മാസം 108 വക്കീൽ നോട്ടീസ് കിട്ടിയ ഏക മാധ്യമ പ്രവർത്തകൻ ഞാനായിരിക്കും. എൻ്റെ പേരിൽ നിരവധി കേസുകൾ, എക്സ്ട്രോഷന്, ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസുകാരെ ഇത് കേസെടുക്കാൻ പറ്റത്തില്ല, തെളിവില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ട് എനിക്കെതിരെ കൊണ്ട് കോടതിയിൽ എക്സ്ട്രോഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോടതിയിൽ ചലഞ്ച് ചെയ്തപ്പോൾ ജഡ്ജി ചോദിച്ചു ഇവിടെ എക്സ്ട്രോഷൻ എങ്ങനെ നിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാർ തന്നെ പറഞ്ഞു ഇത് നിൽക്കത്തില്ല സാർ, നിൽക്കത്തില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കേസെടുക്കാഞ്ഞത്, ഇവിടെ വെച്ച് ഞങ്ങളത് പിൻവലിക്കുന്നു പറഞ്ഞ് കോടതിയിൽ വെച്ച് എനിക്കെതിരെ ഇട്ട ആ എക്സ്ട്രോഷൻ വകുപ്പ് പോലീസ് പിൻവലിച്ച് ജാമ്യമില്ലാ കേസിൽ നിന്നും ഞാൻ അന്ന് രക്ഷപ്പെട്ടു. ഇയാൾ നാണം കെട്ടുപോയി. ഇയാളുടെ ഈ കള്ളത്തരങ്ങൾ പൊളിക്കുന്ന 40ഓളം വീഡിയോകൾ ഇയാൾ യൂട്യൂബിൽ പരാതി കൊടുത്ത് ഒരു വെക്കേഷൻ കോർട്ടിൽ പോയി ഇയാൾ ഒരു ഇഞ്ചക്ഷൻ ഫയൽ ചെയ്യിപ്പിച്ച് ഈ വീഡിയോകൾ ഇയാൾ വെക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ കോടീശ്വരൻ ഈ ശതകോടീശ്വരൻ ഈ ഇത്രയും പവർഫുള്ളായ മനുഷ്യൻ ഈ ഒരു ചെറിയ ഒരു മനുഷ്യനെ ഒരു ചാനലിനെ പിടിച്ച് ഇത്രയും പണികൾ ചെയ്തു. എന്നിട്ട് എനിക്കെതിരെ ആർക്കൊക്കെ കേസ് കൊടുക്കാൻ പറ്റും ഇവർക്ക് ഫണ്ട് കൊടുത്ത്
എനിക്കെതിരെ നിരവധി പരാതികൾക്ക് ഫണ്ട് കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ വക്കീലിനെ ഫുൾ ടൈം ആയിട്ട് വിട്ട് എനിക്കെതിരെ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് ലോകത്തോട് പറയുകയാണ്, സാബു ജേക്കബിനെ സമീപിച്ചാൽ എത്ര കോടി വേണമെങ്കിലും നമുക്കെതിരെ കേസ് കൊടുക്കാൻ അയാൾ കൊടുക്കും. അങ്ങനെ എനിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട കേസുകൾക്ക് ഫണ്ട് ചെയ്യുന്നതും വക്കീലിനെ വിടുന്നതും ഇയാളാണ്. അന്നേരം ഇയാളുടെ ഈ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് നമ്മളെ കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഈ സത്യം ലോകം മനസ്സിലാക്കണം, ഇവനൊരു ട്രോജൻ കുതിരയാണ്. ഇപ്പോൾ അന്ന് സുല്ലു പറഞ്ഞിരുന്ന ആരോപണങ്ങളൊക്കെ സത്യമാണ് എന്ന് തെളിയുകയാണ്. ഇയാളുടെ വാക്കിന് എന്ത് വിശ്വാസ്യത നോക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ 25 കോടി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടതുപക്ഷമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയുമ്പോൾ ഞാൻ ചെക്ക് ഇതാ 25 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു. ഇങ്ങനെ ഈ വി.ഡി. സതീശനും സംഘവും തലയിൽ മുണ്ടിട്ട് കൊണ്ടുവന്ന് എന്നെ വന്ന് കണ്ടു. ഈ കാര്യങ്ങളെല്ലാം ഇയാൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ഇയാൾക്ക് എന്ത് ക്രെഡിബിലിറ്റിയും എന്ത് ക്വാളിറ്റിയായും ഉള്ളത്? ചുരുക്കത്തിൽ ചർച്ചയുടെ സാരാംശം ഇതാണ്. സാബു എം ജേക്കബ് എന്ന് പറയുന്നത് വെറും ഒരു ട്രോജൻ കുതിരയാണ്. BJP-യുടെയും പിണറായി വിജയൻ്റെയും ഒരു ട്രോജൻ കുതിരയാണെന്ന് ചുരുക്കി പറയാം. അതെ, അതിന് വെറും ഒരു ട്രോജൻ കുതിരയെന്നല്ല, വളരെ ശക്തനായ ട്രോജൻ കുതിരയാണ്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണയം നടത്തുന്ന, അതിൻ്റെ വിജയം നിർണ്ണയിക്കുന്ന, വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന, ഒരു 2 വള്ളത്തിലും കാലിട്ട് യാത്ര ചെയ്യുന്ന ഒരു ശക്തനായ ട്രോജൻ കുതിരയാണ് ഈ സാബു എം ജേക്കബ് എന്നുള്ളത് കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിയണം. നമ്മൾ ആ ഒരു പോയിന്റിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.